അധികാരത്തിലേറി വെറും 100 ദിവസങ്ങൾ. ഒരു സർക്കാരിനെ സംബന്ധിച്ച് 5 വർഷത്തെ ഭരണകാലയളവിലെ വെറുമൊരു തുടക്കം മാത്രം. പക്ഷേ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേരള രാഷ്ട്രീയം കണ്ടത് വലിയൊരു തലകീഴ് മറിച്ചിൽ തന്നെയാണ്. ഒരു വശത്ത് കോൺഗ്രസ് നയിക്കുന്ന UDF സർക്കാർ 100ാം ദിനത്തിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ജനഹൃദയങ്ങൾ കീഴടക്കുമ്പോൾ, മറുവശത്ത് പ്രതിപക്ഷത്തുള്ള CPIM എന്ന പ്രസ്ഥാനം തിരിച്ചടികളുടെ പാതയിലുമാണ്. 100 ദിവസം കൊണ്ട് VD സതീശൻ സർക്കാർ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. യുവതലമുറയെയും സാധാരണക്കാരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന നയങ്ങൾ, മുൻ സർക്കാരുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭാവിയിലേക്ക് ഉപകരിക്കുന്ന പുതിയ ആശയങ്ങൾ സർക്കാർ രൂപം നൽകി എന്നതാണ് ഈ കാലയളവിലെ ഏറ്റവും വലിയ പ്രത്യേകത. ജൻസി സ്റ്റാർട്ടപ്പുകൾക്കായിട്ട് 50 കോടിയുടെ വകയിരുത്തലും, കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പ്രദർശന വേദികളും ഒരുക്കി സർക്കാർ മാറ്റത്തിന്റെ കാഹളം മുഴക്കി. മുൻപ് വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് ചോദ്യമുന്നയിച്ച തരംഗമായ മലപ്പുറം സ്വദേശി ഫിജിലിനെ പോലുള്ള പുതുതലമുറയിലെ യുവാക്കൾ ഈ ഭരണമാറ്റത്തിൽ 100% തൃപ്തരാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. തുടക്കത്തിൽ തന്നെ നാടിനെ ആശങ്കയിലാഴ്ത്തിയ ലഹരി മാഫിയകൾക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ എന്ന ദൗത്യവുമായിട്ട് സർക്കാർ അതിശക്തമായ വേട്ട ആരംഭിച്ചതാണ് ഈ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളിൽ ഇപ്പോൾ എടുത്തു കാണിക്കുന്ന ഏറ്റവും വലിയ നാഴികക്കല്ല്. ലഹരിയുടെ വേരറക്കുന്ന ഈ പോരാട്ടവും KSRTCയിൽ സ്ത്രീകൾക്കായി നടപ്പിലാക്കിയ പ്രിയദർശിനി പദ്ധതിയും വമ്പൻ ഹിറ്റ് തന്നെയാണ്. ഓണക്കാലത്ത് വിപണിയിൽ ഇടപെട്ട് ക്ഷേമാനുകൂല്യങ്ങൾ അതിവേഗം വീട്ടിലെത്തിച്ചതുമെല്ലാം സാധാരണക്കാർക്ക് നേരിട്ട് അനുഭവപ്പെട്ട ഭരണ നേട്ടങ്ങൾ തന്നെയാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എപ്പോഴും നേരിൽ കണ്ട് പരാതി അറിയിക്കാം എന്നത് ഭരണത്തിന് ജനകീയ മുഖം നൽകി. എന്നാൽ ഭരണപക്ഷം ജനക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുമ്പോൾ CPIM നേരിടുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണെന്ന് കൂടി ഈ 100ാം ദിനത്തിൽ പറഞ്ഞു വെക്കണം. ഈ 100 ദിവസങ്ങൾക്കിടയിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടിക്ക് വലിയ ആഘാതമുണ്ടാക്കി. അത് പാർട്ടിയെ വലിയ രീതിയിലേക്ക് താഴ്ചയിലേക്ക് തള്ളപ്പെട്ടു. പ്രതിരോധത്തിലായ CPIMന് ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായ മറുപടിയില്ലാത്ത അവസ്ഥയുണ്ടായി. ഇതിനു പുറമെ ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ സ്വന്തം മുന്നണി പങ്കാളിയായ CPI മുഖം കറുപ്പിച്ചതും പ്രതിപക്ഷത്തിന്റെ വീഴ്ചയ്ക്ക് ആക്കം കൂട്ടി. സ്വന്തം അണികളെ പോലും തിരികെ കൊണ്ടുവരാനാകാതെ CPIM തളരുകയാണ്. അതേസമയമോ ഭരണപക്ഷത്തിനും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുമുണ്ട്. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങളിൽ കാണിച്ച വേഗതയും കൃത്യതയും കേരളത്തിലെ പല ജില്ലകളും പ്രളയത്തിൽ മുങ്ങിയപ്പോൾ കാണിച്ചോ എന്ന ചോദ്യം പലർക്കും ഇടയിലുണ്ട്. ദുരന്തം വിതച്ച ശേഷമുള്ള ഇടപെടലിനേക്കാൾ പ്രധാനം മുൻകരുതലുകളായിരുന്നു എന്ന വിമർശനം പ്രതികൂലമായി നിൽക്കുന്നുണ്ടെങ്കിലും, മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ VD സതീശനും സർക്കാരും നാടിന്റെ വിശ്വാസം നേടിയെടുത്തിരിക്കുകയാണ് എന്നാണ് ഈ 100ാം ദിവസത്തിൽ പറയാനുള്ളത്. ചുരുക്കത്തിൽ UDFിനത് വിജയത്തിന്റെ പ്രതീക്ഷയുടെ ജനകീയ മുന്നേറ്റത്തിന്റെ 100ാം ദിനമാണ്. എന്നാൽ CPIMനാകട്ടെ സാമ്പത്തിക ആരോപണങ്ങളിലും ആഭ്യന്തര തർക്കങ്ങളിലും പെട്ട് ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട പരാജയത്തിന്റെ ആഴക്കടലിൽ മുങ്ങിത്താഴുന്ന നാളുകളും. 5 വർഷത്തെ വലിയൊരു യാത്രയിൽ ആദ്യ 100 ദിനങ്ങൾ കൊണ്ട് തന്നെ VD സതീശൻ സർക്കാർ തങ്ങളുടെ വിലാസം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്.